الله أكبر ولله الحمد. എല്ലാവരും وعلى آله الفائزين برضا الله تعالى. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ആത്മീയതയുടെ നിറവിൽ ലോകവിശ്വാസികൾ ഇന്ന് പെരുന്നാൾ ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശ്വാസികൾക്ക് നൽകിയ രണ്ട് ആഘോഷങ്ങളാണ് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. ഇസ്ലാമിന്റെ രണ്ട് കർമ്മങ്ങളുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമായാണ് ലോകവിശ്വാസികൾ ഇത് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന് റമദാനിലെ നോമ്പും, രണ്ട് ദുൽഹിജ്ജ മാസത്തിലെ ഹജ്ജും. ഇതിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമായാണ് നാം ഇത് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 11 മാസങ്ങളിൽ നിന്നും 11 മാസങ്ങളിൽ ആത്മീയ ഉന്മേഷം ഉണ്ടാകാൻ സാധിച്ചതിലുള്ള സന്തോഷം, ഇക്കഴിഞ്ഞ ഒരു മാസം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം, ഇങ്ങനെ തുടങ്ങി ആത്മീയ ഉന്മേഷം നമ്മുടെ സുഹൃത്തുക്കളിലൂടെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമ്മുടെ ആത്മാവിനും ആത്മീയ ഉന്മേഷം നേടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം, നരകത്തിന്റെ പടിവാതിൽക്കൽ നിന്നും സ്വർഗത്തിന്റെ പടിവാതിൽക്കലേക്ക് എത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അംഗീകാരവും മെഡലുകളും കഴിക്കലാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം, ഇങ്ങനെ വലിയ വലിയ സമ്മാനങ്ങൾ നേടിയ വിശ്വാസികളുടെ കണ്ടങ്ങളിൽ നിന്നുള്ള ധ്വനികളാണ് യഥാർത്ഥത്തിൽ തക്ബീർ എന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഖുൽ ബിഫദ്ലില്ലാഹി വ ബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. നിങ്ങൾ ഈ ഇക്കഴിഞ്ഞ 11 മാസങ്ങൾ, ഇക്കഴിഞ്ഞ 11 മാസങ്ങളൊക്കെ, ഇക്കഴിഞ്ഞ 12 മാസങ്ങളും, ഇങ്ങനെയുള്ള 2 ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളും വിശ്വാസികൾ ആഘോഷിക്കുകയല്ല ചെയ്യുന്നത്, അവർ തേങ്ങുകയാണ്. നമുക്ക് മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള ദിനങ്ങൾ, ഇങ്ങനെയുള്ള ആത്മീയ ദിനങ്ങൾ, ആത്മീയ നിർവധിയിലുള്ള ദിനങ്ങൾ ഇനി നമുക്ക് കിട്ടുകയില്ല. ഇനി നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇതുപോലെയുള്ള ദിനങ്ങൾ, ഇതുപോലെയുള്ള ആത്മീയ നിർവധിയിലുള്ള ദിനങ്ങൾ, ഇതുപോലെയുള്ള ആത്മീയ ഉന്മേഷം കിട്ടുന്ന ദിനങ്ങൾ, ഇതുപോലെയുള്ള തറാവീഹ് നിസ്കാരം പോലെയുള്ള ഇതുപോലെയുള്ള ആത്മീയ ഓഫറുകൾ കിട്ടുന്ന ദിനങ്ങൾ ഇനി ഉണ്ടാവുകയില്ല. അപ്പോൾ വിശ്വാസികൾ യഥാർത്ഥത്തിൽ തേങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മുടെ റമദാൻ, ഈ റമദാൻ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു അധ്യാപകനായിരുന്നു, ഒരു മോട്ടിവേറ്റർ ആയിരുന്നു, ഒരു സുഹൃത്തായിരുന്നു. തിന്മകളിൽ നിന്നും ഒരു പിതാവിന്റെ സംരക്ഷണവും ഒരു മാതാവിന്റെ കരുതലുമായിരുന്നു. ഒരു കവി പാടിയതുപോലെ, റമദാൻ റമദാൻ യാ ഹബീബ്, റമദാൻ റമദാൻ ലൈതക ദൗമൻ ഖരീബ്. ഓ റമദാനെ റമദാനെ, നീ ഒന്ന് അടുത്തുണ്ടായിരുന്നെങ്കിൽ, നീ ഒന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു കവി പാടിയതുപോലെ, ഈ റമദാനിന്റെ വേവലാതി, ഈ റമദാൻ എങ്ങനെ ഉപയോഗിച്ചു എന്ന് ചിന്തിക്കേണ്ട, വിചിന്തനം ചെയ്യേണ്ട ഒരു ദിനമാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ദിനം. ഈ ഒരു ദിനത്തിൽ നാം ഏവരും ഈ റമദാനിനെ എത്രമാത്രം നാം ഉപയോഗപ്പെടുത്തി, എത്രമാത്രം അതിന് ആദരവ് കൊടുത്തു, എത്രമാത്രം നാം അതിലുള്ള ഓരോ അമലുകളും സൂക്ഷ്മമായി ചെയ്തു, എത്രമാത്രം അതിലുള്ള ഓഫറുകൾ നമുക്ക് പിൻപറ്റാൻ കഴിഞ്ഞു, എത്രമാത്രം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതിലുള്ള ഒരു വിചിന്തനം ചെയ്യേണ്ട ഒരു ദിനമാണ് റമദാനിലെ. റഹ്മത്തിന്റെ 10, മഗ്ഫിറത്തിന്റെ 10, നരകമോചനത്തിന്റെ 10 ഇനിയും ഉണ്ടാകും.
ഇതുപോലെയുള്ള ഓഫറുകളും ഇനിയും ഉണ്ടാകും. ഇതുപോലെയുള്ള സൽസുഹൃത്തുക്കളും ഇനിയും ഉണ്ടാകും. പള്ളിയിൽ ഇതുപോലെ ഒഴുകിയെത്തും ആളുകൾ, ഇതുപോലെ ആളുകൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി തറാവീഹ് നിസ്കാരത്തിനും ഖിയാമുൽ ലൈൽ നിസ്കാരത്തിനും വേണ്ടിയും ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി സൽസുഹൃത്തുക്കൾക്ക് വേണ്ടി ആളുകൾ ഒഴുകിയെത്തും. പക്ഷേ ഞാൻ ഉണ്ടാകുമോ നിങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് റമദാനുകൾ വരവേൽക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയരെ, ഇന്നിന്റെ പൊതുവയുടെ സന്ദേശം നാമേവരും ഈ കഴിഞ്ഞ ഒരു മാസം ഉണ്ടാക്കി വെച്ച അമലുകൾ നിങ്ങൾ ഇന്നിന്റെ ഒരു ദിവസം കൊണ്ട് നിഷ്ഫലമാക്കി കളയരുത്. നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ഇന്നിന്റെ ഖുതുബ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. നിങ്ങളെല്ലാവരും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ അയൽവാസി സുഹൃത്തുക്കളിലും പോയി കുടുംബ ദർശനവും അയൽവാസികളെ പരിചരിക്കാനും രോഗികളെ പരിചരിക്കാനും ഇന്നിന്റെ ദിനം അങ്ങനെയുള്ള ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കണമെന്നാണ് ഇന്നിന്റെ ഖുതുബ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഭക്ഷണം കിട്ടാത്തവർ, നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നുണ്ടോ? ഇങ്ങനെയുള്ള സൽസുഹൃത്തുക്കൾ ചെയ്ത് ഭക്ഷണം കിട്ടാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്ത്, ഏത് ജാതിയായാലും ഏത് മതമായാലും ഏത് ആൾക്കാരായാലും അവരിലേക്ക് നിങ്ങൾ ഭക്ഷണവും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇന്നിന്റെ ദിവസം ഇബാദത്തുകൾ കൊണ്ട് അങ്ങനെയുള്ള ആഘോഷമാക്കിയാണ് മാറ്റേണ്ടത്. അല്ലാതെ ഈ ഒരു മാസം ചെയ്തു വെച്ച അമലുകൾ ഇന്നിന്റെ ഒരു ദിവസം കൊണ്ട് പൊളിച്ചു കൂട്ടുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാടുകളിൽ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ഇന്നിങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ചോര തീരാതെ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പ്രവാസി സുഹൃത്തുക്കൾ, അവർ ഇന്ന് യുദ്ധത്തിന്റെ യുദ്ധത്തിന്റെ ഭീതിയിലാണ്. അവർക്ക് വേണ്ടി നാം ഇന്ന് ദുആ ചെയ്യണം. അവർക്ക് വേണ്ടി അവരെ ഓർക്കണം ഇന്നത്തെ ദിനം. അല്ലാതെ നമ്മുടെ അമലുകൾ ബാത്തിലാക്കി കളയാനുള്ള ഒരു ആഘോഷമല്ല ഇസ്ലാം ഇതിനെ കാണുന്നത്. ഇന്നിന്റെ ദിവസം നിങ്ങൾ സ്വതക്കകൾ ചെയ്യണം. അങ്ങനെയുള്ള കർമ്മങ്ങളാണ് ഇന്നിന്റെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത്. യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദി വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് പോകേണ്ടത്. വകുലൂ വശ്റബൂ, നിങ്ങൾ തിന്നുക, നിങ്ങൾ ഭക്ഷണം കഴിക്കുക. വലാ തുസ്രിഫൂ, നിങ്ങൾ പക്ഷേ ഇസ്രാഫ് ചെയ്യരുത്. നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇസ്രാഫ് ചെയ്യരുത് എന്നാണ് ഇന്നിന്റെ ഖുതുബയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതൊക്കെ ഉൾക്കൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനമായി ഈ പെരുന്നാളിന്റെ സന്ദേശമായി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്, واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. വിവാദീയതകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഉമ്മത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. അങ്ങനെയാണെങ്കിൽ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ പെരുന്നാൾ നിസ്കാരം ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും പെരുന്നാൾ നിസ്കാരത്തിനെ പറ്റി ഏവർക്കും സുപരിചിതമാണെങ്കിലും ഒന്നുകൂടി ഉണർത്തുകയാണ്. 7 തക്ബീറുകളാണ്. ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം കൂട്ടാതെ 7 തക്ബീറുകളാണ് ഒന്നാമത്തെ റക്അത്തിൽ. രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറുകളാണ്. ഒന്നാമത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം ദുആഉൽ ഇഫ്തിതാഹ് ചെയ്യുക. അതായത് വജ്ജഹ് ഓതുക. ഓരോ തക്ബീറിനിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അക്ബർ, 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 അല്ലാഹു അക്ബർ. الحمد لله الذي وفقنا لصيام
اللهم صل وسلم على آله وصحبه ومن والهم ونصر. أما يوم العيد يوم ختم الله به شهر رمضان يسمى يوم الجوائز لما أن الله تعالى يعطي فيه ثواب الصيام والقيام، وذلك مسبوق بالقبولية، فتضرعوا إلى الله لقبول الأعمال. قال الله تعالى: والذين يؤتون ما آتوا وقلوبهم وجلة، وهم في وجل من أن لا يتقبل منهم تلك الأعمال، ولكن الله كريم لا يضيع عمل العاملين. أيها المؤمنون، لا تضرعوا، لا تنسوا يوم العيد يوم الوعيد، ولا تفسدوا شهد هذا اليوم بصدر العصيان، واحذروا أن تضرعوا الأبطال إلى أعمالكم، فإنكم عند الله بمكان حيث صمتم شهركم وأخرجتم فطرتكم وخرجتم إلى مساجدكم وصلتم صلاة العيد، فإن الله يشهد ملائكته بأن غفركم ورضي عنكم. ولا تذهبوا عن الفقراء والضعفاء، وزوروا إخوانكم، وصلوا أرحامكم، وحققوا أخوتكم فيما بينكم وفيما بين أهل الأديان، وصوموا 6 من أول شوال، ولا تؤخروا ولا تصوفوا، فإنما مع رمضان كصيام الدهر، فارغبوا واستقيموا، استغفروا ربكم إنه كان غفارا. إن أبلغ الحكم كلام من له البقاء والقدم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني آدم خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله الكريم المعبود، وأشهد أن لا إله إلا الله الرحيم المحمود، وأشهد أن سيدنا محمدا عبده ورسوله وأشرف مولود، صلى الله عليه وعلى آله ما سبح ملكه في سجود. أيها الناس اتقوا الله حق تقاته وبادروا إلى أداء مفترضاته، واعلموا أن الله سبحانه وتعالى أمركم بأمر بدأ فيه بنفسه وثنى بملائكته المسبحة بقدسه وأيها بالمؤمنين من بريته. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على رسولك سيدنا محمد الذي سبح في يده الحصى ونبع من بين أصابعه الماء. اللهم ارض عن أشرف خلفائه الراشدين وهو الإمام الشفيق أمير المؤمنين أبو بكر الصديق، وأمير المؤمنين عمر بن الخطاب، وأمير المؤمنين عثمان بن عفان، وأمير المؤمنين علي بن أبي طالب، وعن عمي نبيك حمزة والعباس، وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. طيب ثراه واجعل
الجنة مأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار، فإنها بئس الدار وبئس القرار. اللهم انصر الإسلام والمسلمين في كل مكان. اللهم انصر الإسلام والمسلمين في الخليج. اللهم احفظ إخواننا المسلمين في الخليج. اللهم انصر الإسلام والمسلمين في الهند. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك الهدى والتقى والعفاف والغنى يا رب العالمين. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون. എല്ലാവരും പ്രാർത്ഥനയുടെ അത് കഴിഞ്ഞതിന് ശേഷം മാത്രം പോവുക. എല്ലാവരും മുസാഫത്ത് ചെയ്തുകൊണ്ട് പിരിഞ്ഞ് നല്ല രീതിയിൽ എല്ലാവരും പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم بارك لنا في كل امورنا يا رب العالمين. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. رحمنا يتقبلنا ولا حلالا يا رب العالمين. الله اللهم ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ രോഗമുള്ളവർക്ക് നീ അജ്ഞരായ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. സിഹത്ത് നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഇബാദത്തിനെ കൊണ്ട് സംഭവിക്കുന്ന ഒരു രോഗവും തമ്മിൽ ഞങ്ങൾ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ നോമ്പും അതുപോലെ നമസ്കാരവും ഖിയാമുൽ ലൈലും അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. തെറ്റുണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് പുറത്തു നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹ്. അല്ലാഹുവേ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ലൈലത്തുൽ ഖദ്റിൽ വിജയിച്ചവരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ലൈലത്തുൽ ഖദ്റിൽ വിജയിച്ചവരെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ സമയത്തെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ സമയത്തെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ സഹായിക്കണേ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ഭദ്രം നൽകണേ അല്ലാഹ്. അവർ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹുവേ